വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചു. ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൽ നിന്നും നമുക്ക് അറിവുകൾ പ്രാപിക്കുവാൻ, ദൈവിക ജ്ഞാനം പ്രാപിക്കുവാനുള്ള അവസരങ്ങൾ വീണ്ടും ദൈവം ഒരുക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം, എന്തും പ്രാപിക്കുവാൻ നമുക്ക് അറിവ് ആവശ്യമാണ്. എന്നാൽ ലോകപരമായ അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു എന്നാണ് നമ്മൾ 1 വായിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിവ്, ജ്ഞാനം എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഏറ്റവും നല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ദൈവിക ജ്ഞാനം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ്. ഉയരത്തിലെ ജ്ഞാനം, ആത്മീക ജ്ഞാനം. വാസ്തവത്തിൽ ഇതൊക്കെ നമ്മൾ വളരെ ഗഹനമായി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമുക്ക് സമയത്തിൻ്റെ പരിധിയുള്ളത് കൊണ്ടൊക്കെ നമ്മൾ വളരെ പരിമിതമായ നിലയിൽ മാത്രമാണ് സാധാരണ നിലയിൽ ചിന്തിക്കാറുള്ളത്. എന്നാൽ എല്ലാ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നേടേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഈ ദൈവിക ജ്ഞാനമാണ്. ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ വലിയ സവിശേഷതകളെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം എന്ന് ഞാൻ ചിന്തിക്കുക. അത് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യമാണ്. യാക്കോബ് ചാപ്റ്റർ 3 വേഴ്സ് 17. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ 8 പ്രത്യേക സവിശേഷതകളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എത്ര നല്ലതാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അറിവ് എപ്പോഴും മനുഷ്യനെ പലപ്പോഴും നെഗളിയാക്കാറുണ്ട്. നമ്മൾ യിരെമ്യാവ് 9:23 വായിക്കുന്നുണ്ട്: ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, അല്ലെങ്കിൽ അതിൽ നിഗളിക്കരുത്. അപ്പോൾ നമുക്ക് ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൽ നിഗളിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഈ ഏഷ്യ പ്രവചനം 47-ാം അധ്യായം, ഏഷ്യ 47:10, അവിടെ വായിക്കുന്നത് പിന്നെ നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ച് കളഞ്ഞു. ഞാൻ മാത്രം, എനിക്ക് തുല്യനായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. നോക്കണേ, അപ്പോൾ ഇവൻ്റെ ജ്ഞാനം ഇവൻ എന്ത് ചെയ്തു? നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ച് കളഞ്ഞു. എത്ര ഒരു വലിയ ഒരു മുന്നറിയിപ്പാണ് ഇതെന്ന് ദൈവമക്കൾ അറിയുന്നത് നല്ലതല്ലേ? നമ്മൾ അറിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചീർത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, അതിനെക്കുറിച്ച് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 തിമോത്തി 6-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ ഓർമ്മയുണ്ടോ? അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യർത്ഥമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ എനിക്കറിവുണ്ട്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ആ ധാരണയിൽ അവരെന്ത് ചെയ്തു? തെറ്റിപ്പോയി, സത്യത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ ചെയ്യുന്നതെല്ലാം അവരുടെ അറിവിനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുകയാണ്. നമ്മൾ ചിന്തിക്കണം, ദൈവവചനത്തിൽ എത്ര ശക്തമായ മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നതെന്ന്. ഓരോ കാര്യങ്ങളിലും നമ്മൾ
യെരമ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ യെരമ്യാ 8 അധ്യായ ഉസ്കാ 9 വചൻ में യെരമ്യാ 8-ന്റെ 9 വായിക്കുന്നത് ഞാനത് വായിക്കാം. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ, അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. ഒരു വലിയ ചോദ്യമാണ്. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ, അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. നോക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ച് കളയുന്നവർ. ദൈവമുള്ളവരെ, ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പല ലോക ബുദ്ധിമാന്മാർക്കും ഇതൊക്കെ വളരെ ലളിതമായിട്ടും നിസ്സാരമായിട്ടും തോന്നും. കാരണം ഇത് ആത്മീയ കാര്യങ്ങളല്ലേ. ആത്മീയ കാര്യങ്ങളിലൊക്കെ വാഞ്ചയുള്ളവർ ഈ തലമുറയിൽ വളരെ കുറവാണ്. ആത്മീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിൽ നിലനിൽക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദൈവവൈതലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉപദേശിച്ചു തരുന്ന കാര്യങ്ങളെ പഠിക്കുവാൻ ആ ദൈവമക്കൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ യഥാർത്ഥമായിട്ടും ഇന്ന് നമ്മളെ ആ ദൈവഭയം അല്ലെങ്കിൽ ആ ദൈവജ്ഞാനം നമ്മളെ നടത്തുന്നുണ്ടോ? ആ ദൈവജ്ഞാനത്തെക്കുറിച്ചുള്ള ശരിയായൊരു അറിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, പിന്നെ പൗലോസ്ലീഹ കൊരിന്ത് സഭയോട് പറയുമ്പോൾ 1 കൊരിന്തർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം, 1 Corinthians chapter 2 verse 13 and 14, അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് പോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. സത്യമല്ലേ? നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ ലോകത്തിലെ വലിയ വലിയ തത്വജ്ഞാനികളോടും ബുദ്ധിമാന്മാരോടൊക്കെ പറയുമ്പോൾ അവർക്ക് വെറും ഒരു നിസ്സാര കാര്യം പോലെയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കരുതെന്നോ ഡിഗ്രി എടുക്കരുതെന്നോ ഒന്നും അല്ല കേട്ടോ. പഠിച്ചോ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അനേക വിദ്യാഭ്യാസമില്ലാത്തവർക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ വീണ്ടും ജനിച്ച് ദൈവാത്മാവിനോട് പ്രാപിച്ച് ആത്മാവിൻ്റെ സഹായത്തോടെ അത് വ്യാഖ്യാനിക്കുന്നതിൽ നമുക്കത് വളരെ സഹായകമാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ നമ്മൾ ഈ ലോകജ്ഞാനത്തിൽ പുകഴ്ന്ന് നഷ്ടമായി പോകാൻ ഇടയുണ്ട്. അനേക നല്ല ദൈവമക്കൾ പോലും ഈ ലോകപരമായ വിദ്യാഭ്യാസത്തിന് പിന്നാലെ പോയി അവസാനം ദൈവമില്ലാത്തവരായി തീർന്നിരിക്കുന്ന അനേകരെ ചെറുപ്പക്കാരെ എനിക്കറിയാം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവർ നല്ല ശിക്ഷണത്തിൽ വളർന്നവരാണ്. എന്നാൽ അവർ ലോകജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തെ വേണ്ട. അവർക്ക് ഈ ലോകത്തിൻ്റെ ജ്ഞാനം അവർക്ക് അതിശ്രേഷ്ഠമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു വലിയ അപകടം ഇതിനകത്തുണ്ട്. യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനം എന്താണെന്ന് മീഖാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മീഖായുടെ പ്രവചനം 6-ാം അധ്യായം 9-ാം വാക്യം, കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. ഇതാ, നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം യഥാർത്ഥമായിരിക്കുന്ന ദൈവഭയമാകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് നമ്മൾ സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിലും യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള ഭയം. അപ്പം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള ഭയമാണ് യഥാർത്ഥമായ ജ്ഞാനം എന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് ലോകജ്ഞാനികളായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് വളരെ നഷ്ടം വരുത്തും. ഒരിക്കൽ സാധാരണ ഇതൊന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടി പറയാറുള്ള ഒരു ഉദാഹരണം കൂടെയൊക്കെ പറയാം. ഒരിക്കൽ ഒരു വലിയ ജ്ഞാനിയായ മനുഷ്യൻ ഒരു കായൽ കടന്നു പോകാനായിട്ട് ഒരു വള്ളത്തിൽ കയറി.
അപ്പം അന്നൊക്കെ ബോട്ടും ഇല്ലായിരുന്നു, വള്ളങ്ങളാണ്. അപ്പോൾ ഈ വള്ളത്തിൽ കയറി ഈ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ജ്ഞാനിയായ മനുഷ്യൻ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് ഈ വള്ളക്കാരനോട് ചോദിക്കുകയാണ്, നിനക്ക് ബയോളജി അറിയാമോ? ജന്തുശാസ്ത്രം അറിയാമോ? അയ്യോ, ആ തുഴയുന്ന മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ സ്കൂളിൽ പോയിട്ടേ ഇല്ല, എനിക്ക് യാതൊരു അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നീ നഷ്ടമാക്കി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വീണ്ടും അദ്ദേഹത്തിന് ചോദിക്കുകയാണ്, നിനക്ക് ദൈവശാസ്ത്രം അറിയാമോ? വീണ്ടും പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എനിക്ക് ഈ ശാസ്ത്രമൊന്നും അറിയത്തില്ല. ഉടനെ തന്നെ പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നീ നഷ്ടമാക്കി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വീണ്ടും ചോദിച്ചു, നിനക്ക് മനഃശാസ്ത്രം അറിയാമോ? അയ്യോ സാറേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂളിൽ പോയിട്ടേ ഇല്ല, എനിക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, എനിക്കങ്ങനെയൊന്നും അറിവില്ല. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും നീ കളഞ്ഞു. 3/4 ഭാഗവും കളഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാറ്റും കോളും ഉണ്ടായി. തിരകൾ വളരെ വലുതായിട്ട് വഞ്ചിയിൽ അടിക്കാൻ തുടങ്ങി. ഈ വള്ളം ആടി ഉലയാൻ തുടങ്ങി. ഉടനെ ഈ വഞ്ചിക്കാരൻ ഈ ഇരിക്കുന്ന ഈ ബുദ്ധിമാനായ ജ്ഞാനിയായ ആ മനുഷ്യനോട് ചോദിച്ചു, സാറേ, നിങ്ങൾക്ക് നീന്തശാസ്ത്രം അറിയാമോ? എല്ലാ ശാസ്ത്രമാണല്ലോ ചോദിച്ചേ. ജീവശാസ്ത്രവും ദൈവശാസ്ത്രവും മനഃശാസ്ത്രമൊക്കെ അല്ലേ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സാറിന് നീന്തശാസ്ത്രം അറിയാമോ എന്ന് പറയാൻ നീന്താൻ അറിയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. അയ്യോ അങ്ങനെയാണോ? എൻ്റെ പൊന്നു സാറേ, അങ്ങനെയാണ് ജീവിതം മുഴുവൻ കളഞ്ഞു. ജീവിതം മുഴുവൻ പോയി. എനിക്ക് ഈ ശാസ്ത്രം ഒന്നും അറിയത്തില്ലേലും ഞാനൊക്കെ നീന്തി അങ്ങനെ പോകും. പക്ഷെ സാറ് പോയി, സാറിൻ്റെ ജീവിതം കഴിഞ്ഞു. അയ്യോ, അതുപോലെ സംഭവിച്ചു. ഞാൻ പറഞ്ഞൊരു സാരം, നമ്മൾ അറിയേണ്ടും വണ്ണം അറിഞ്ഞില്ലെങ്കിൽ നിത്യതയാണ് നമുക്ക് നഷ്ടമാക്കുന്നത്. അത് നമുക്ക് ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലൂടെ മാത്രം കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ? ഏതൊന്നിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമോ ആ നിലയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോക ജീവിത യാത്രയിൽ ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവിക ജ്ഞാനത്തിനാണ്. ദൈവിക ജ്ഞാനം പ്രാപിച്ച് ദൈവവുമായിട്ടുള്ള വലിയ ആഴമായ ബന്ധത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. അപ്പോൾ ഈ അറിവാണോ നമ്മളെ ഭരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. അവിടെ ഈ ജ്ഞാനത്തിൻ്റെ 8 പ്രത്യേക സവിശേഷതകൾ അതിൽ വർദ്ധിച്ചിരിക്കുക. എത്രയുണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഒന്ന് അല്പമായിട്ട് ചിന്തിക്കാം എന്നാഗ്രഹിക്കുക. ഇത് നമുക്ക് വളരെയധികം അനുഗ്രഹം പകരുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് നിർമ്മലമെന്ന. ഉയരത്തിലെ ജ്ഞാനം നിർമ്മലമാണ്, അത്ര പരിപാവനമാണ്, വിശുദ്ധമാണ്. അപ്പം നമുക്കറിയാം, ഈ ഉയരത്തിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം, അത് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. ഈ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ച് നമ്മളെല്ലാവരെക്കുറിച്ചും നമ്മൾ വീണ്ടും ജനിച്ചവർ ദൈവത്തിൻ്റെ സഭയാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയെക്കുറിച്ച് തിരുവചനം പറയുന്നത് എന്തുവാ? നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 2-ാം വാക്യം, 2 കൊരിന്ത്യൻ ചാപ്റ്റർ 11 വേഴ്സ് 2, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു.
അപ്പോൾ നോക്കുക, അപ്പം ഈ ദൈവത്തിൻ്റെ വചനം നിർമ്മലമാണ്. അപ്പം ഈ നിർമ്മല അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ കാന്തയാകുന്ന സഭ, അവൾ നിർമ്മല കന്യകയാണ്. നോക്കുക, എത്ര സവിശേഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിർമ്മല കന്യകയ്ക്ക് ദൈവവചനവുമായിട്ട് എന്തുമാത്രം ആഴമായ ബന്ധമുണ്ട്. കാരണം ഈ വചനത്താൽ അവൾ വീണ്ടും ജനിച്ചു. ദൈവത്തിൻ്റെ വചനം നിർമ്മലമാണ്. ഈ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. വീണ്ടും ജനിച്ചവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അവൾ നിർമ്മല കന്യകയാണ്. ഓ, നമുക്ക് ലഭിച്ച ആ ഭാഗ്യ പദവി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ പാപത്തിൽ ജനിച്ചു, പാപികളായിരുന്നു, പിശാചിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെട്ട് നമ്മൾ ഇന്നിപ്പോൾ ആരായി തീർന്നിരിക്കുന്നു? ദൈവവചനത്താൽ, ഈ ഉയരത്തിലെ സ്വർഗീയമായ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ച് ഇന്ന് നമ്മുടെ കാന്തനായ കർത്താവായ യേശു ക്രിസ്തുവിന് നിർമ്മല കന്യകയായി തീർന്നിരിക്കുക. നിർമ്മല കന്യക. നോക്കുക, അപ്പം ദൈവത്തിൻ്റെ വചനം നിർമ്മലമാണ്. ആ വചനത്തിലൂടെ ഉളവാകുന്നത് നിർമ്മലമാണ്. അത് വളരെ വിശേഷപ്പെട്ട കാര്യം തന്നെയാണ്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ നിർമ്മലമായിരിക്കണം. നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം? ഫിലിപ്പി ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ 8 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നിർത്തി ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ വായിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. നോക്കുക, എത്ര വളരെ കാര്യമാണ്. അപ്പോൾ ഈ 8 കൂട്ടം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിർമ്മല കന്യക ചിന്തിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓരോ ശബ്ദങ്ങളെയും വിചിന്തനം ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദൈവമക്കളായി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ തെറ്റിപ്പോകുമ്പോൾ ശത്രുവിന് അവസരം കിട്ടും. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെല്ലാം അത് ദൈവാത്മാവിനാലാണെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന ചിന്തകളിലേക്ക് പോകുമ്പോഴേ മനസ്സിലാക്കണം, അത് ലൗകികമാണ്, പിശാച് വഞ്ചിക്കുകയാണ്. സ്വർഗീയമായ ചിന്തകളിലായിരിക്കുമ്പോൾ നിങ്ങളിൽ സമാധാനം വളരെ വർദ്ധിക്കും, സന്തോഷം വർദ്ധിക്കും. വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ചിന്തകൾ നിർമ്മലമായിരിക്കണം. മാത്രമല്ല, നമ്മൾ 1 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, 1 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവദാസന്മാരോടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എന്ന നിലയിൽ പൗലോസ് പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. 9 അതിൻ്റെ 3-9, അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. കണ്ടോ, അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ദൈവദാസന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവരെങ്ങനെയായിരിക്കണം? അവര് വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. നമുക്കൊരു ശുദ്ധ മനസാക്ഷി ഉണ്ടായിരിക്കണം. ആ മനസാക്ഷിയിൽ നമ്മൾ ഈ വിശ്വാസത്തെ സൂക്ഷിക്കണം. ഇനിയും നമ്മൾ പൗലോസ് അവിടെ പറയുന്നത് 2 തിമോത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, 1 തിമോത്തി 4:1, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം. അപ്പം ഞാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നു? നിർമ്മല മനസാക്ഷിയോടെ. വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മളിന്ന് ദൈവത്തെ എങ്ങനെയുള്ള മനസാക്ഷിയോടെ ആരാധിക്കുന്നത്? നമ്മുടെ മനസാക്ഷി നമ്മളോട് എന്തു പറയുന്നു? നമുക്കൊരു നല്ല നിർമ്മലമായ മനസാക്ഷി ഉണ്ടായിരിക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒരു നിർമ്മല മനസാക്ഷി ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന, നമുക്കറിയാം, പിന്നെ ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, അവൻ്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ
അവൻ ദൈവത്തോട് യാചിക്കുന്ന ഒരു കാര്യം 51-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് ആരംഭത്തിൽ കാണാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നോക്കുക, നിർമ്മലമായൊരു ഹൃദയം. വീണ്ടും ജനിച്ച ദൈവമക്കൾക്കെല്ലാം എന്തുണ്ട്? ഒരു നിർമ്മല ഹൃദയമുണ്ട്. നിർമ്മല ഹൃദയം. നമ്മുടെ നേരത്തെയുള്ള ഹൃദയം പാപത്താൽ നിറയപ്പെട്ട ഭാവോഗ്രമായിരുന്നു. വീണ്ടും ജനിച്ചപ്പോൾ ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം തന്നു, മാംസളമായ ഹൃദയം. നമ്മൾ എസ്കേൽ 36-ന്റെ 26-27 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അത് കല്ലായുള്ള ഹൃദയം മാറ്റി ഞാൻ മാംസളമായൊരു ഹൃദയം തരും. അങ്ങനെയൊരു ഹൃദയം പ്രാപിച്ച് ആ ഹൃദയ വ്യക്തികളിൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ സൗരഭ്യം പരത്തുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനം ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയമായി മാറുകയുള്ളൂ. വളരെ വിലപ്പെട്ട കാര്യമാണ്. ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, എനിക്ക് നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. കാരണമുണ്ട്. അതിൻ്റെ തന്നെ 51-ാം സങ്കീർത്തനം 6-7 വാക്യം 51 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ഓ, എത്ര നല്ലൊരു അപേക്ഷയാ. ദൈവമക്കളെ, നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ എത്രമാത്രം വിശുദ്ധവും പരിപാവനവുമായ ഒരു ജീവിതം നയിക്കണം? അത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിന് അത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ട് താൻ പറയുകയാണ്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അന്തർഭാഗത്തിൽ സത്യം. നമുക്ക് ഉള്ളിൽ സത്യമുണ്ടായിരിക്കണം. ഇന്ന് പലരും പല നിലകളിൽ കപടതകളിലൂടെയാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളെ തന്നെ നീതിമാന്മാരായി കാണിക്കുവാൻ, വിശുദ്ധരായി കാണിക്കുവാൻ അവർ ബന്ധപ്പെടുകയാണ്. അതിനൊന്നും ആവശ്യമില്ല. ഈ ഉയരത്തിൽ ജ്ഞാനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ആ ജീവിതം ഒരു നിർമ്മല അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതമായി മാറുക. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. ഈ ഉയരത്തിൽ ജ്ഞാനം ഇല്ലെങ്കിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ അപേക്ഷിച്ച ദൈവം ദാവീദിന് അങ്ങനെ ഒരു ഹൃദയം കൊടുത്തു. അതുകൊണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന, കർത്താവിൻ്റെ മുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യവചനം ദാവീദ് പറയുന്നുണ്ട്. നമുക്കത് പറയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്ര ആത്മാർത്ഥതയോടുകൂടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഭക്തി കൊണ്ടൊന്നും നിത്യതയ്ക്ക് വേണ്ടി ഒരു നേട്ടവുമില്ല. ഇവിടെ ദാവീദ് പറയുന്ന ആ ഒരു വലിയ സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താമെന്ന് ഇന്നത്തെ സമയം പോകുന്നതുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 29:17, 1 ദിനവൃത്താന്തം 29-ന്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം കേട്ടോ. എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു. കണ്ടോ, ഹൃദയ പരമാർത്ഥതയോടെയാണ് കർത്താവേ ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം നീ ഹൃദയ പരമാർത്ഥതയിലാണ് നീ പ്രസാദിക്കുന്നത്. നോക്കുക, ഇന്ന് എത്ര വിശുദ്ധന്മാർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു നല്ല ഉറപ്പുണ്ട്, ഒരു നല്ല നിശ്ചയമുണ്ട്. ഞാനത് ചോദിക്കട്ടെ, ദൈവമക്കളെ, നമ്മൾ വിശുദ്ധരാണെന്നും ദൈവമക്കളാണെന്നും ഒക്കെ പറയുന്നത് ശരിയാ, ദൈവജന പ്രകാരം സത്യമാണ്. എന്നാൽ നമ്മുടെ ജീവിത പ്രകാരമുണ്ട്. ഈ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചിട്ട് ഒരു നിർമ്മലമായ, ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം എപ്രകാരമുള്ളതാണ്? നാം എങ്ങനെയുള്ള ഒരു ഹൃദയത്തോടു കൂടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നത്? ഇവിടെ കർത്താവിന് വേണ്ടി ചെയ്ത ആ പ്രവർത്തികളെക്കുറിച്ച് ദാവീദ് പറയുമ്പോൾ എത്ര ആത്മാർത്ഥതയല്ലേ! കാരണം ദൈവം എന്ത് കാണുന്ന, എൻ്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പരമാർത്ഥതയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പരമാർത്ഥ ഹൃദയത്തോടെ ചെയ്യണം.
എത്ര ശ്രേഷ്ഠമല്ലേ! ഇന്ന് പലരും പലതും ദൈവവചനം വായിക്കുന്നതിൽ പരമാർത്ഥതയില്ല, കൂട്ടായ്മയ്ക്ക് വരുന്നതിൽ പരമാർത്ഥതയില്ല, കൂട്ടായ്മ കാണിക്കുന്നതിൽ പരമാർത്ഥതയില്ല, എല്ലാത്തിലും കപടതയാണ്. അതെത്ര വേദനാജനകമാണ്! പ്രയോജനമില്ല പ്രിയമുള്ളവരെ. നിത്യതയിൽ കർത്താവ് തൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം ശോധന ചെയ്യുമ്പോൾ അതെല്ലാം മരവും പുല്ലും വൈക്കോലുമായി കത്തിപ്പോകും, പ്രയോജനമില്ലാത്തതായി പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥത, ഹൃദയംഗമായ ആത്മാർത്ഥത, അതാണ് നമുക്ക് ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുമ്പോൾ ഒന്നാമത്തെ സവിശേഷത. നമുക്കറിയാം, കർത്താവ് തന്നെ മലയിലെ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ആ മഹത് പ്രഭാഷണത്തിൽ മത്തായി 5:8 കർത്താവ് പറഞ്ഞല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മളെ ഹൃദയത്തിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും പൂർണ്ണമായിരിക്കുന്ന ആ ഇടമുണ്ടായിരിക്കണം. ദൈവവചനത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെടട്ടെ. കർത്താവിനാൽ നമ്മുടെ ഹൃദയം ഭരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കർത്തൃത്വം നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് അധികം നീട്ടുന്നില്ല. ബാക്കി 7 കാര്യവും കർത്താവ് അനുവദിച്ചാൽ നാളെ നിങ്ങളോട് പറയാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇത് ഒരു ചെറിയ കാര്യമല്ല, ഇത് ഉയരത്തിലെ ജ്ഞാനമാണ് പ്രിയമുള്ളവരെ. അത് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? കൂട്ടായ്മയിലൂടെ, സഹോദരന്മാരിലൂടെ, ദൈവവചന പഠനത്തിലൂടെ. ഈ ലോകത്തിലെ ജ്ഞാനത്തിന് വേണ്ടി ജനങ്ങൾ എന്തുമാത്രം സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി എന്തുമാത്രം പൈസ അതിനു വേണ്ടിയിട്ട് മുടക്കുന്നു. എന്നാൽ ആ ജ്ഞാനമല്ലേ ഇവിടെ കൊണ്ട് തീരും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കരുതല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾ പഠിക്കണം. എന്നാൽ അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ദൈവിക ജ്ഞാനമാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്, ആത്മീയ ജ്ഞാനമാണ്. അതിന് നമുക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ടോ എന്നൊരു നിമിഷം നിന്ന് ചിന്തിച്ച് ഒരു നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് നിത്യതയ്ക്ക് വളരെ വളക്കൂട്ടായിരിക്കും, അനുഗ്രഹമായിരിക്കും, അത് നമുക്ക് നേട്ടമായിരിക്കും. അതിനെ കർത്താവ് ഇന്നത്തെ വചന കേൾവിയാൽ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.